നമസ്കാരം. വൈഖരിയുടെ ചിന്താപ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻപൊരിക്കൽ ഒരു വർത്തകൻ തന്റെ പണക്കിഴികളുമായി ഒരു ദേശാടനത്തിന് പുറപ്പെട്ടു. വഴിമധ്യേ അദ്ദേഹം പല സത്രങ്ങളിലും ദേവാലയങ്ങളിലും അന്തിയുറങ്ങി. ഇദ്ദേഹത്തിന്റെ പണക്കിഴിയിൽ ആകർഷിക്കപ്പെട്ട് ഒരു കള്ളൻ സ്നേഹിതൻ എന്ന നിലയിൽ കൂടെ കൂടി. പിന്നീട് അവർ സുഹൃത്തുക്കളായി ഒരുമിച്ച് ഒരു മുറിയിൽ കിടന്നുറങ്ങി. ഒരു ദിവസം രാത്രിയിൽ ഈ വർത്തകൻ ഗാഠനിദ്രയിലായപ്പോൾ കപടമിത്രം പതുക്കെ എഴുന്നേറ്റ് ഇദ്ദേഹത്തിന്റെ പണക്കിഴിയെല്ലാം തിരയാൻ ആരംഭിച്ചു. പക്ഷെ എവിടെ അന്വേഷിച്ചിട്ടും അത് ലഭിച്ചില്ല. പിറ്റേ ദിവസം സംഭാഷണ മധ്യേ സ്നേഹത്തോടുകൂടി കപടമിത്രം വർത്തകനോട് ചോദിച്ചു, നിന്റെ പണക്കിഴി എവിടെ? അദ്ദേഹം പറഞ്ഞു, ഓ, അത് നിന്റെ തലയിണയുടെ അടിയിലാണ് ഞാൻ വെച്ചിരുന്നത്. നോക്കൂ, അദ്ദേഹത്തിന് ഈ കാപ്പട്ടിക്കാരനെ മനസ്സിലായിരിക്കുന്നു. അവനവന്റെ തലയിണയ്ക്ക് അരികിൽ മാത്രം തിരയുകയില്ല എന്നും മറ്റെല്ലാവരുടെയും പണക്കിഴി അന്വേഷിച്ചുകൊണ്ട് നടക്കുമെന്നും വർത്തകന് മനസ്സിലായിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം? നാം എല്ലാം ബ്രഹ്മാനന്ദ നിധി നമ്മുടെ ഹൃദയക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് പുറത്ത് തുച്ഛമായ സുഖത്തെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. എവിടെയും തിരഞ്ഞിട്ട് കിട്ടുകയില്ല. ഒടുവിൽ ഹൃദയക്ഷേത്രത്തിലാണ് ആ നിധി ഇരിക്കുന്നത് എന്ന് ബോധ്യപ്പെടാനാണ് ഈ കഥ. നമസ്കാരം.